പ്രജിതേ, എന്തോ ഇപ്പോഴേ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവിടുന്ന് ഡൽഹി പോയപ്പോൾ പാവ ആശാവർക്കർമാർ വിചാരിച്ച് ഞങ്ങളെ കാര്യമൊക്കെ സംസാരിക്കാൻ വേണ്ടി പോയതായിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലെ ഒരു റിപ്പോർട്ടർ ഇവരിന്ന് നിരാഹാരം കിടക്കുവാണ്. അപ്പോൾ ചോദിച്ചു, ഇന്നിപ്പോൾ വീണ ജോർജ് മന്ത്രി പോയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? മുഖ്യമന്ത്രി പോയപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷ, അപ്പോൾ അവർ പറയുന്നറിയോ, മുഖ്യമന്ത്രി പോയപ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അപ്പോൾ മുഖ്യമന്ത്രി പോയത് ഞങ്ങളുടെ കാര്യത്തിനല്ല എന്ന് ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത്. അത് ഒരു ഇൻസിഡൻറ്റ്. ഇന്നിപ്പോൾ വീണ ജോർജ് പോയിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ അതിന് മറുപടി പറഞ്ഞത്, വീണ ജോർജ് ഇപ്പോൾ പോകുന്നതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാര്യം പ്രതീക്ഷ ഉണ്ട് എന്നുള്ള കാര്യം നിൽക്കുമെങ്കിലും ഞങ്ങൾ അങ്ങേയറ്റം വരെ ഇതിന് ഞങ്ങൾ സമരം ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീണ ജോർജ് ഇന്നിപ്പോൾ ഡൽഹിയിൽ വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങി കാറിൽ പാസ് ചെയ്യുമ്പോൾ അവർക്കറിയാവുന്ന സുഹൃത്തുക്കളായിട്ടുള്ള അവരുടെ പഴയ മാധ്യമപ്രവർത്തനത്തിൽ അറിയാവുന്ന പത്രപ്രവർത്തകരൊക്കെ ചെന്ന് ചോദിച്ചു, എങ്ങനെ പിന്നെ മാഡം കാണാൻ പോകുന്നുണ്ടോ, എന്തായി? ഞാൻ കാണട്ടെ, കണ്ടിട്ട് വരട്ടെ, ഞാൻ കാണട്ടെ, കണ്ടിട്ട് വന്ന് നിങ്ങളെ കാണും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ചോദിക്കുകയാണ്. ഇപ്പം JP നദ്ദ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിന് കാണാൻ അനുവാദം കിട്ടിയോ എന്നുള്ള കാര്യം നമ്മൾ കേരള ഹൗസിൽ ഇവർ ചിലപ്പോൾ കേരള ഹൗസ് വഴി അന്വേഷണം പോയപ്പോൾ പത്രപ്രവർത്തകർക്ക് പോയപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതുവരെ നദ്ദ അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ അതിലൊരു രാഷ്ട്രീയം കാണുന്നില്ല, എന്താ തോന്നുന്നത്? അത് ഈ പറഞ്ഞ പോലെ ഒരു കുരുട്ട് ബുദ്ധിയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, സംസ്ഥാനത്തിന്റെ മന്ത്രി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ വന്നു എന്ന് ചോദിച്ചു ഡോറ് തുറന്നു വന്ന് കാണാനൊന്നും ഇരിക്കത്തില്ല. ആകെ മൊത്തം മന്ത്രിമാരാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും കാര്യം ഓടുന്ന തലകളാണ്. അപ്പോൾ ആ തലകളെ കാണാൻ ചെല്ലുമ്പോൾ നമ്മളൊരു ഡേറ്റും ടൈമും ഒക്കെ അപ്പോ അത്തരത്തിലാവുമ്പോ ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നു, ഞാനങ്ങ് വരുന്നുണ്ട് എന്ന് പോലും പറയാതെ അങ്ങ് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും നദ്ദ വന്ന് തുറന്നു നോക്കിയിട്ടില്ലെങ്കിൽ ചേട്ടൻ എന്ത് പറയും? അല്ല, ഈ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഇതിനകത്തൊരു വമ്പൻ രാഷ്ട്രീയമാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് നദ്ദ കാണാൻ സമയം തന്നില്ല, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് സമയം അനുവദിച്ചില്ല എന്ന് പറയും. അപ്പൊ ഈ പ്രശ്നം ആരുടെ തലയിലാവും? കേന്ദ്രത്തിന്റെ തലയിലാവും. ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രം തന്നില്ലേ എന്നാണ്. ഇപ്പൊ അവിടെ ചെല്ലുന്നതും കേന്ദ്രമന്ത്രിയെ കാണാനാണ്. നമ്മുടെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലും അനുവാദം കിട്ടിയിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു വേള അനുവാദം കിട്ടിയാൽ തന്നെ ഇത് എന്തായി തീരുമെന്നുള്ളത് നമുക്ക്, കാര്യം നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ അവിടെ കാണാൻ അനുവാദം കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അതിലൊരു വ്യംഗ്യാർത്ഥം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. അതെ, അതായത് കാണാൻ ചെല്ലുന്നു, അവിടെ നിന്ന് അനുവാദം കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്ന് അനുവദിച്ചില്ല, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ കാണാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുള്ള രീതിയിൽ മുഖ്യധാര മാധ്യമങ്ങൾ വഴി വാർത്ത കൊടുക്കും. ഇനി അവിടെ ചെന്ന് കണ്ടു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കണ്ടു കഴിയുമ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള ഫണ്ട് കൊടുത്തതാ. ഈ കണക്കും കാര്യങ്ങളും ഇല്ലാണ്ട് വെറുതെ കയ്യും വീശി ചെന്നാൽ അവിടെ കാര്യമൊന്നും നടക്കൂല. അങ്ങനെ കാര്യം നടക്കൂല എന്നുള്ളത് നിർമ്മല സീതാരാമനെ മുറക്കി കിട്ടുന്നുണ്ട്. എന്നിട്ടും പഠിച്ചില്ലെങ്കിൽ എന്ത് പറയും? അതിലൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിജയരാഘവൻ എന്ന് പറയുന്ന അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് പിരിയൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. അങ്ങനെ പിരി പോയി അദ്ദേഹം ഇന്നലെ അടിച്ച ഡയലോഗ്, പിരിയുള്ള ഏതെങ്കിലും ഒരെണ്ണം അവിടെ ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യ മന്ത്രിയാണെങ്കിൽ അതിനപ്പുറം പിരി ഇങ്ങനെ കൂടെ ഇങ്ങനെ മുറുക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, തലയിൽ വീട് ചുമക്കുന്നവരാ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ് അതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പൊ അഥവാ തന്നെ നന്ദയെ കാണാൻ അനുവാദം കിട്ടിയാലും വിജയരാഘവൻ പറയുന്നറിയോ, ഇവിടെ കുറെ ആശമാർ സമരം കിടക്കുന്നുണ്ട്. ഈ കുറെ ആശമാർ എന്ന് പറയുന്ന അവരുടെ സമരം എന്ന് പറയുന്നത് 6 മാസത്തേക്ക് ഒരു സ്പോൺസേഡ് പ്രോഗ്രാമാണ്. ഈ 6 മാസം, വിജയരാഘവന്റെ വാക്കുകളാണ്, ഈ 6 മാസം എന്ന് പറയുന്നത് ഇവർക്ക് ഈ പറയുന്ന പോലെ ഈ 6 മാസത്തെ സ്പോൺസേഡ് പ്രോഗ്രാം കഴിയുമ്പോൾ അത് വേറൊരു പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്രമല്ലേ അവരെ ഇവിടെ നിയമിച്ചത് ആശാമാരെ? അത് ഞാൻ പറഞ്ഞു. 2005 മൻമോഹൻ സിംഗിന്റെ, ഇപ്പൊ ഇവര് ബൈ ആണല്ലോ, ആ സർക്കാരുമായിട്ട് ചേർന്നിട്ട്, ആ സർക്കാരാണ് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ രൂപീകരിച്ചപ്പോൾ ജനങ്ങളും പൊതുജനാരോഗ്യ വിഭാഗവുമായി ഒരു ബന്ധമുണ്ടാക്കാനാണ് ആശാ വർക്കർമാരെ ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയമിച്ചിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് അവർക്ക് ആദ്യഘട്ടത്തിലൊക്കെ ആരോഗ്യ സംരക്ഷണം അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ഉറപ്പുവരുത്തുക, പരിസര ശുചീകരണം, പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക, ജനന മരണ കണക്കുകൾ എടുക്കുക എന്നതൊക്കെയായിരുന്നു. ചെറിയ
ചെറിയ ജോലികൾക്കായിട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് വീട്ടിൽ വന്ന് പോയിരുന്ന ഇവരെയൊക്കെ. അപ്പോൾ അതിനുശേഷം ആ സമയത്ത് ഒരു 1, 2, 3 മണിക്കൂർ മാത്രമായിരുന്നു ഇവർക്ക് ജോലി. അപ്പോൾ ആ സമയത്ത് VS അച്യുതാനന്ദന്റെ, പ്രത്യേകം ശ്രദ്ധിക്കണം, VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരാണ് അന്ന് കേരളത്തിലുണ്ടായിരുന്നത്. 2007 കേരളത്തിൽ ആശാ വർക്കർമാരെ നിയമിക്കാൻ തീരുമാനിച്ചത്. അതൊക്കെ അനുസരിച്ച് ഇവരെ നിയമിച്ചെങ്കിലും സർക്കാർ അവർക്ക് ഓണറേറിയം നൽകാമെന്ന് പറഞ്ഞതല്ലാതെ ഒന്നും നൽകിയില്ല. 2007 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ ഓണറേറിയമായി 1 രൂപ പോലും അച്യുതാനന്ദൻ സർക്കാർ നൽകിയില്ല. എന്നാൽ സർക്കാരിന്റെ അവസാന സമയത്ത് 2011-12 അവസാനത്തെ ബജറ്റിൽ 300 രൂപ പ്രഖ്യാപിച്ചു. എന്നിട്ട് ആ 300 രൂപ നൽകിയോ? അതും നൽകിയില്ല. പിന്നീട് 2011 മെയ്യിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരികയാണ്. ഉമ്മൻചാണ്ടി സർക്കാരാണ് മുന്നേ പ്രഖ്യാപിച്ച 300 പ്ലസ് 200 കൂടെ കൂട്ടി 500 രൂപയായി അത് വർദ്ധിപ്പിച്ച് വിതരണം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് ആ സർക്കാരിന്റെ കാലയളവിൽ ഓരോരോ വർഷവും തുക കാലാനുസൃതമായിട്ടൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2016 സർക്കാർ അധികാരത്തിന് പുറത്തുപോയ സമയത്ത് ഓണറേറിയം 1000 രൂപയെ ഉയർത്തുക കൂടി ചെയ്തു. മാത്രമല്ല രാജ്യത്ത് ആദ്യമായിട്ട് ആശാ വർക്കർമാർക്ക് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ഉമ്മൻചാണ്ടി സർക്കാർ 2015 ജൂലൈയിൽ നടപ്പിലാക്കി. ഈ പറയുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അപ്പൊ ഈ വിജയരാഘവൻ ഇപ്പം ഈ പറയുന്ന രീതിയിൽ ഒരു സ്പോൺസേഡ് സമരമാണ്, ഇത് ഇവരെ കൊണ്ട് ആരൊക്കെ ചെയ്യിക്കുന്നതാണ് എന്നൊക്കെ സംസാരിക്കുമ്പോഴേ നമുക്ക് ഈ 2 കാര്യങ്ങളും കൂട്ടി നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ ഇപ്പം നമ്മൾ സംസാരിച്ചത് തന്നെ നിങ്ങൾക്കൊരു 100 കാര്യങ്ങളുണ്ട്. ആ 100 കാര്യങ്ങൾ ഒരു ചെറിയ പ്രസ്ഥാനത്തിൽ പോലും നമുക്കൊരു അപ്പോയിൻമെന്റ് കിട്ടാതെ നമ്മൾ ആരും കയറി പോവില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇന്നലെ ഒരു ചർച്ച നടക്കുന്നു. ഈ ചർച്ചയിൽ പാവം ഈ സ്ത്രീകളോട് മന്ത്രി അവരുടെ ധാർഷ്ട്യവും അവര് ഈ പറയുന്ന അവരുടെ വീട്ടിൽ കാണാൻ പോയപ്പോൾ എങ്ങനെ പെരുമാറിയോ അതുപോലെ തന്നെയാണ് ഈ പാവം സ്ത്രീകളോട് ഇന്നലെയും പെരുമാറിയത്. എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് ഇന്നലെ ഇറങ്ങി വന്നു. പരിഹസിച്ചും ഭീഷണിപ്പെടുത്തി മന്ത്രി അവരെ തിരിച്ചയക്കുകയാണ് ചെയ്തതെന്നാണ് അവർ തന്നെ പറയുന്നത്. എന്നിട്ട് ഇപ്പൊ നന്ദയെ കാണാൻ JP നന്ദ പറഞ്ഞു അത് ഞങ്ങൾ വേണ്ടത് ചെയ്യാം. സുരേഷ് ഗോപി വന്നു. അതായത് സുരേഷ് ഗോപി ഇവിടെ 2 തവണ വന്നു, റെയിൻകോട്ട് കൊടുത്തു, കുട കൊടുത്തു. ഈ BJP അതിനകത്ത് അവരുടെ ഒരു സ്ട്രോങ് ആയി എന്ന് കണ്ടപ്പോൾ ഈ കുടില ബുദ്ധിയിൽ തോന്നിയ ഒരു ആശയമാണ് പെട്ടെന്ന് പറയുന്നു ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറുന്നു, അല്ലെങ്കിൽ വേറെ ഡൽഹി വരെ പോകുന്നു, എന്നിട്ട് അവിടെ നിന്ന് നേരെ പറയാതെ കയറി ചെല്ലുന്നു. എന്നിട്ട് കാണാൻ പറ്റിയില്ല, ഞങ്ങളിതാ അവർക്ക് വേണ്ടി പോയി, കണ്ടില്ലേ നാട്ടാരെ, ഞങ്ങളെ ചതിച്ചു എന്ന് വേണമെങ്കിൽ ഒരു പ്രയോഗം പറയാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഗതികേട് കൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ വിജയരാഘവൻ പറഞ്ഞത് അതും കൂടെ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിച്ച് വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ, അതും കൂടെ പറയാമെന്ന് തോന്നുന്നു. ഈ കോവിഡ് സമയത്തെ ഇവരെ കൊണ്ട് മരണപ്പണിയെടുപ്പിച്ചു. ആരും കയറി ചെല്ലാത്ത വീടുകളിൽ പോലും ഇവർ കയറി ചെന്നാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. അന്നേരം സ്നേഹദൂതികളും മാലാഖമാരും ഒക്കെ ആക്കിയിട്ടാണ് ഇപ്പോൾ ഇവരെ ഉമ്മ കിട്ടിയോ എന്ന് വരെ ചോദിക്കുന്ന രീതിയിലൊക്കെ നാണം കെട്ട നാറിയ പരിപാടി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ പ്രകടന പത്രികയില് 21,000 രൂപയായിട്ട് ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് ഇടതുപത്രികയിൽ വാഗ്ദാനം ചെയ്ത പിണറായി സർക്കാരാണിത് എന്ന് ആലോചിക്കണം. എന്നിട്ടാണ് പറയുന്നത്. കൂടാതെ ഇതേ ആവശ്യം ഉന്നയിച്ചിട്ട്, അതായത് ആശാ വർക്കർമാരുടെ വേതനം ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇവരെ എവിടെയൊക്കെ CITU എവിടെയൊക്കെ സമരം ചെയ്തെന്നറിയാമോ? ബംഗാൾ, ബീഹാർ, ഡൽഹി, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലുങ്കാന, കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ഇവർ പ്രക്ഷോഭം നടത്തി. അതേ CITU ഇതേ ആവശ്യം ഉന്നയിച്ച് കേരളത്തിൽ ആശമാർ വന്നപ്പോൾ, സമരം ചെയ്തപ്പോൾ അവരെ പറയുന്ന സംസാരം എന്താണ്? എന്തൊക്കെ വാക്കുകളാണ് പറയുന്നത്? ഒരുമാതിരി ഉൾട്ട നാണം കെട്ട നാറിയ പരിപാടിയല്ലേ കാണിക്കുന്നത്? എന്തൊക്കെ ചെറ്റത്തരങ്ങളാണ് പറയണെന്നറിയോ? അതും സ്ത്രീകളാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക. കൂടെ അപ്പൊ സിക്കിം, ആന്ധ്രാപ്രദേശ് സർക്കാരുകളൊക്കെ ആശാ വർക്കർമാർക്ക് പ്രതിമാസം 10,000 രൂപ വെച്ച് നൽകുന്നു എന്നുള്ള കാര്യം കൂടി ഇവർ മറന്നു പോകുന്നുണ്ട്. വെറുതെ ഒന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നിയമസഭയിൽ എടുത്തിട്ട് അലക്കിയത്, ചുമ്മാതൊന്നുമല്ല, കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. ഈ പറയുന്ന പോലെ വെയിലും മഴയും. പ്രീത, ഞാൻ തിരുവനന്തപുരത്ത് നാട്ടിൽ പോകുമ്പോൾ ഞാൻ കണ്ടു പ്രീത, കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. കാര്യം ഈ പറയുന്ന പോലെ എൻ്റെ കൂടെ പഠിച്ച ചില പെൺകുട്ടികൾ വരെ ഞാൻ അവിടെ കണ്ടു.
എൻ്റെ കൂടെ പഠിച്ച നാട്ടിൽ എൻ്റെ കൂടെ പഠിച്ച ചില പെൺകുട്ടികളെ അവരെ കണ്ടു. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നേ പറയാനുള്ളൂ, വെയിലും മഴയും എല്ലാം കൊണ്ട് ഈ കിടക്കുന്ന സ്ത്രീകൾ, അവിടെ വരുന്ന ആൾക്കാർ ചില നല്ല ഇപ്പം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സപ്പോർട്ട്, അല്ലാതെ പെൻഷൻ പറ്റിയ സെക്രട്ടേറിയറ്റിലെ പല ജീവനക്കാർ, ഇന്നലെ അതിലൊരു സ്ത്രീ പറഞ്ഞാൽ ഞങ്ങൾക്ക് 10,000 രൂപ വരെ തന്ന മനസ്സുള്ള ആൾക്കാരുണ്ട് ഞങ്ങളിവിടെ കിടക്കുന്നത്, കാര്യം കഞ്ഞി വെച്ച് കുടിച്ച് ഒക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഇന്നലെ ഈ ഒരു ചർച്ച നടക്കുന്ന അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നായിരുന്നു ഇന്നലെ. മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നായിരുന്നു. അവരവിടെ പ്രമാണിമാരുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. അവിടെ ആരൊക്കെയാ വന്നെന്നറിയാവോ? അത് പ്രതിപക്ഷ നേതാവ് ഒക്കെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ സത്യത്തിൽ പ്രതിപക്ഷം അങ്ങനെ ഒരു ഇഫ്താറിന് പ്രതിഷേധിക്കേണ്ടതായിരുന്നു. പ്രതിഷേധിക്കണം. സതീശൻ ഇന്നലെ, അതായത് പ്രതിപക്ഷത്തു നിന്ന് ആരൊക്കെ പോയോ അവരെല്ലാം പ്രതിപക്ഷത്തിന് കൃത്യമായ ഒരു സൂചന നൽകാമായിരുന്നു. എങ്ങനെയായിരുന്നു അറിയാമോ? ഇവരിലൂടെ ഒരു ഇഫ്താർ നടത്തി അവർക്കൊപ്പമാണ് എന്ന് കൂടി ഒന്നുകൂടെ സ്ഥാപിക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളിലും വി ഡി സതീശന്റെ പെരുമാറ്റത്തൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് നാം കണ്ട ചിത്രത്തിൽ തമാശ പറഞ്ഞിരിക്കുന്ന വി ഡി സതീശനും മുഖ്യമന്ത്രിയും ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഇഫ്താർ വിരുന്നിൽ നമ്മൾ കണ്ടത്. നമുക്കിത്രേ പറയാനുള്ളൂ, നമ്മുടെ അമ്മമാരെ, നമ്മുടെ പെങ്ങന്മാരെ ഒക്കെ കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ കണ്ട സ്ത്രീകളെ കണ്ടത്. അപ്പോൾ അവരുടെ ഈ ദാരുണമായ അവസ്ഥയിൽ ഇന്ന് അവർ നിരാഹാരം കിടക്കാൻ പോവുകയാണ്. ഇന്നലെ അവർ ചർച്ചയ്ക്ക് പോയി കണ്ണീരും കൈയുമായി തിരിച്ചു വരുമ്പോൾ ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി ഇഫ്താർ വിരുന്ന് നടത്തുമ്പോൾ ഞങ്ങൾ ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഒരു വളരെ മാന്യമായ രീതിയിൽ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട വി ഡി സതീശൻ, താങ്കളോട് ഇതിൽ കൂടുതലും ഒരു മതിപ്പ് ജനത്തിനുണ്ടാകുമായിരുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ സംസാരത്തിൽ പറഞ്ഞു വെക്കാനുള്ളൂ.